നമുക്കിന്നേ കരിക്ക് കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാം. ഇത് തേങ്ങയും പരുവല്ല, കരിക്കിൻ്റെയും പരുവല്ല കേട്ടോ. ഒരു മീഡിയം പരുവായിട്ടുള്ള കരിക്കില്ലേ, ആ ഒരു സ്റ്റേജാണ് കേട്ടോ അത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാം. തൊലി ചെത്തി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അടിക്കണ നേരത്ത് ഒരു പ്യുവർ വൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ടപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കവർ പാലിൻ്റെ പകുതിയോളം ഞാൻ കട്ടയായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര എന്ന് നിർബന്ധമില്ല, ശർക്കര ആയാലും മതി. ഇനി ഇതിലേക്ക് ലേശം വെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചെറിയതായിട്ടൊന്ന് കടിക്കണ പോലെ കോക്കനട്ടിൻ്റെ പീസസ് കിട്ടിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ നമ്മുടെ കോക്കനട്ട് ഷേക്ക് റെഡിയാണ്. ഈസി ആൻഡ് സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.